എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് മാത്തമാറ്റിക്സിന്റെ 4ാമത്തെ സെമസ്റ്റർ പരീക്ഷയുടെ പ്രീവിയസ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയ്ക്കും അത്യാവശ്യം വ്യൂവേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് 3ാമത്തെ ഈ ഒരു വീഡിയോവുമായിട്ട് ഇന്ന് വന്നത്. ആദ്യമേ ഈ ഒരു തരത്തിലുള്ള സപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ തന്നെ വീഡിയോകൾ അപ്ലോഡ് ആവുമായിരുന്നു. ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് മുഴുവനായിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒട്ടും സമയം കളയാതെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം പാർട്ട് ഈ ക്വസ്റ്റ്യൻ ആണ്, എസ് എ ക്വസ്റ്റ്യൻ. പല ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദ്യങ്ങൾ കുറവാണ്. കാര്യം അത്രയും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങളവിടെ മനസ്സിലാക്കി വെച്ച ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കണം. ഗണിത പഠനം രസകരവും അർത്ഥപൂർണവുമാക്കുവാനായി വിദ്യാലയത്തിൽ പ്രാവർത്തികമാക്കാവുന്ന ഏതെങ്കിലും 5 പ്രവർത്തനങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഗണിത പഠനം നമുക്ക് അർത്ഥപൂർണവും അതേപോലെ തന്നെ രസകരവുമാക്കാൻ പറ്റണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ നിങ്ങളുടെ മനസ്സിലുള്ള 5 പ്രവർത്തന പദ്ധതികളാണ് നിങ്ങൾ ഇവിടെ വിശദീകരിക്കേണ്ടത്. ഓരോ പ്രവർത്തന പദ്ധതി കൃത്യമായിട്ടുള്ള വിശദീകരണം ഓരോന്നിനും 2 മാർക്ക് വീതം 10 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും അവിടെ നമുക്ക് മാർക്ക് ലഭിക്കുക. പാഠഭാഗം നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും 10 മാർക്ക് എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്ന, കുറച്ചൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇത് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചോദ്യത്തിന് ഉത്തരം എഴുതുക. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ചോദ്യ പേപ്പറുകളിലും 100% ഉണ്ടാവുമെന്ന് ഉറപ്പുള്ള ഒരു ചോദ്യമാണ്. അവിടെ ഒരു പഠന നേട്ടം കൊടുക്കും. ആ ഒരു പഠന നേട്ടം വെച്ച് എന്ത് ചെയ്യുക, ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുക. പഠന നേട്ടം ഉണ്ടാവും, ഏത് ക്ലാസ്സിലാണെന്നുണ്ടാവും, ഏത് പാഠഭാഗമാണെന്നുണ്ടാവും. ആ പാഠഭാഗം വെച്ചിട്ട് ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു ടോപ്പിക്കാണ്. ടീച്ചിങ് മാനുവലിന്റെ ഘടനയും അതിലെഴുതേണ്ട കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഭാഗത്ത് പ്രവർത്തനങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ എഴുതും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ നോക്കി പോവുക. അതേപോലെ തന്നെ പഠന നേട്ടം, വിദ്യാലയം, ക്ലാസ്, സ്കൂള്, പഠന നേട്ടം, ആ ഒരു അതിലുള്ള ആശയങ്ങള്, അതിനുവേണ്ട പഠന സാമഗ്രികള്, മൂല്യങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതി നല്ല വൃത്തിയിലൊരു ടീച്ചിങ് മാനുവൽ എഴുതിയ 10 മാർക്കും നമുക്ക് കിട്ടും. പ്രൈമറി തലത്തിലെ ഗണിത പ്രശ്ന പരിഹരണ തന്ത്രങ്ങളെ സംബന്ധിച്ച് ഒരു സെമിനാർ പ്രബന്ധം തയ്യാറാക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രൈമറി തലത്തിൽ നേരിടുന്ന ഗണിത പ്രശ്ന പരിഹരണം, അതിനുള്ള വിവിധങ്ങളായിട്ടുള്ള തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെമിനാർ പ്രബന്ധം തയ്യാറാക്കുക എന്നുള്ളത് ഒരു ചോദ്യമാണ്. പ്രൈമറി ഗണിത ക്ലാസ്സിൽ ഉപയോഗിക്കാവുന്ന പ്രധാനപ്പെട്ട വിലയിരുത്തൽ ടൂളുകൾ ഏതൊക്കെ? ഏതെങ്കിലും 5 എണ്ണത്തെ കുറിച്ച് ഉദാഹരണ സഹിതം വിശദമാക്കുക. ഇവിടെ നമ്മൾ പ്രൈമറി ഗണിത ക്ലാസ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിലയിരുത്തൽ ടൂളുകൾ ഏതെല്ലാം എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവുക നിങ്ങൾക്ക്. അതിൽ ഏതെങ്കിലും ഒരു 5 എണ്ണത്തെ കുറിച്ച് 5 എണ്ണം എന്താണ് എന്നുള്ളത് എഴുതുക. എന്നിട്ട് അതിന്റെ ഉദാഹരണ സഹിതം എന്ത് ചെയ്യുക, അത് വിശദീകരിക്കുക കൂടി ചെയ്യാം. ഗണിത പഠനത്തിന് അനുയോജ്യമായ 5 വ്യത്യസ്ത ബോധന രീതികൾ വിവരിക്കുക. നമുക്ക് ഒരുപാട് ബോധന രീതികളുണ്ട്. ഇതിൽ ഗണിത പഠനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള 5 വ്യത്യസ്ത ബോധന രീതികൾ ഏതൊക്കെ എന്നുള്ളത് പറയാം. അതിനെക്കുറിച്ചൊരു ഷോർട്ട് നോട്ടും കൂടെ എഴുതിയ അവിടെ ഫുള്ളായിട്ട് നമുക്ക് മാർക്ക് കിട്ടും. പിന്നെയും ഒരുപാട് റിപ്പീറ്റ് ചെയ്ത 2 ചോദ്യങ്ങളാണ് അടുത്തതായിട്ട് വരുന്നത്. കേരളത്തിലെ ഗണിത പാഠ്യപദ്ധതി, ദേശീയ ഗണിത പാഠ്യപദ്ധതി, ഏതെങ്കിലും ഒരു വിദേശ ഗണിത പാഠ്യപദ്ധതി ഇവ വിശകലനം ചെയ്ത് സവിശേഷതകൾ ഉൾപ്പെട്ട ഒരു കുറിപ്പ് തയ്യാറാക്കാം. നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമവിടെ കേരളത്തിന്റെ ഗണിത പാഠ്യപദ്ധതിയെ കുറിച്ച് എഴുതണം. രണ്ടാമതായിട്ട് ദേശീയ ഗണിത പാഠ്യപദ്ധതിയെ കുറിച്ച് എഴുതണം. പിന്നെ എന്ത് ചെയ്യണം, മൂന്നാമതൊരു വിദേശ ദേശീയ ഗണിത പാഠ്യപദ്ധതിയെ കുറിച്ച് നമ്മൾ എഴുതണം. എന്നിട്ട് ഈ 3 കാര്യങ്ങളെയും വിശകലനം ചെയ്ത് അവസാനം നമ്മൾ ഒരു ക്രോഡീകരണം കൂടി നടത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. 7ാമത്തെ ചോദ്യം, കേരള ഗണിത പാഠ്യപദ്ധതി, NCERT ഗണിത പാഠ്യപദ്ധതി എന്നിവയിലെ സമീപനം, സിലബസ്, ഘടന, ഉള്ളടക്കം എന്നിവ താരതമ്യം ചെയ്ത് സെമിനാർ പ്രബന്ധം തയ്യാറാക്കുക. നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ,
നമ്മുടെ കേരള ഗണിത പാഠ്യപദ്ധതിയുണ്ട്, NCERT ഗണിത പാഠ്യപദ്ധതിയുണ്ട്. ഇവയിലെ സമീപനവും സിലബസും ഘടനയും ഉള്ളടക്കവും ഒക്കെ ആദ്യം നമ്മൾ കേരള ഗണിത പാഠ്യപദ്ധതിയുടെ എഴുതണം. പിന്നെ എന്ത് ചെയ്യണം? NCERT ഗണിത പാഠ്യപദ്ധതിന്റെ എഴുതണം. പിന്നെ അത് രണ്ടും കൂടി താരതമ്യം ചെയ്തിട്ടൊരു ഫൈനൽ നോട്ടും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സെമിനാർ പ്രബന്ധം അവസാനിപ്പിക്കണം. 5 or 6 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് 7 ചോദ്യം മാത്രമേ ഉള്ളൂ എന്ന് അത്ഭുതപ്പെടേണ്ട. ബാക്കി കൂടുതൽ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടാണ് അത്രയും ചോദ്യങ്ങൾ അവിടെ ഒഴിവായി പോകുന്നത്. താഴേക്കുള്ളതിൽ ചിലപ്പോൾ അത്രയും ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് റിപ്പീറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. അത് നോക്കുക. നിങ്ങൾ ടോപ്പിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യുക? ആ ഓരോ ടോപ്പിക്ക് പഠിക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പാർട്ട് ഡിയിലെ ചോദ്യങ്ങളാണ്. പാർട്ട് ഡിയിലെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ഉത്തരങ്ങൾക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഗണിത ക്ലാസ്സുകളിൽ ഇത്തരം പ്രവർത്തനങ്ങളുടെ പ്രസക്തി വ്യക്തമാക്കുക. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും? നമുക്ക് കുറച്ച് ഉത്തരങ്ങൾ തന്നിട്ടുണ്ടാവും. ഈ ഉത്തരങ്ങളായി വരുന്ന ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാക്കണം. അതേപോലെ ഈ ഉത്തരങ്ങളും ചോദ്യങ്ങളും, ഇത്തരത്തിലുള്ള ഉത്തരങ്ങൾക്കും ചോദ്യങ്ങൾക്കും നമ്മുടെ ഗണിത ക്ലാസ്സിലുള്ള ഒരു പ്രസക്തി എന്താണ് എന്നുള്ളതും കൂടെ നമ്മൾ അവിടെ എഴുതണം. ദൃശ്യപരവും ശ്രവ്യപരവും ചലനപരവുമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പഠനോപകരണങ്ങളുടെ ഉപയോഗം ഗണിത പഠനത്തെ അർത്ഥപൂർണമാക്കുന്നു. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നതാണ്. ഇതിനെ നിങ്ങൾ വിശദീകരിക്കാനാണ് അടുത്ത ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോ ഈ ഒരു ദൃശ്യപരവും ശ്രാവ്യപരവും, അതായത് കേൾക്കുന്നതും ചലനപരവുമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള പഠനോപകരണങ്ങളുടെ ഉപയോഗം കുട്ടികളുടെ ഗണിത പഠനത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്നു. അതിനെ വിശദീകരിക്കാനാണ് അടുത്തതായിട്ടുള്ള ചോദ്യം തന്നിരിക്കുന്നത്. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തുന്ന ക്ലാസ് റൂം പ്രക്രിയ വിശദീകരിക്കുക. അപ്പൊ ചോദ്യം അവിടെ തന്നിട്ടുണ്ടാവും. ഈ ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെ ഉത്തരം കണ്ടെത്തുമെന്നുള്ള ക്ലാസ് റൂം പ്രക്രിയ നിങ്ങൾ അവിടെ വിശദീകരിക്കണം. ഗണിത പഠനത്തിൽ ആ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ പ്രസക്തി എന്താണെന്ന് കൂടി എഴുതണം എന്നുള്ളതാണ് അടുത്തത്. ഗണിത പഠനത്തിലെ പ്രൊജക്ട് രീതി വിശദീകരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഒരുവിധം പരീക്ഷ പേപ്പറിലെല്ലാം 3 മാർക്ക്, 5 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്കിന്റെ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഗണിത പഠനത്തിലെ പ്രൊജക്ട് രീതി വിശദീകരിക്കുക. വിവ്രജന ചിന്ത, മനക്കണക്ക് തുടങ്ങിയ വിഷയങ്ങളിൽ കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ കുറിപ്പ് തയ്യാറാക്കുക. വിവ്രജന ചിന്തയെ കുറിച്ചൊരു കുറിപ്പ്, മനക്കണക്കിനെ കുറിച്ചൊരു കുറിപ്പ്. രണ്ടിനും 2.5 മാർക്ക് ഇതായിരിക്കും. അങ്ങനെ 5 മാർക്ക്. ആഗമന രീതി, നിഗമന രീതി ഇവ ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. ആഗമന രീതി, നിഗമന രീതി. എന്താണ് ആഗമന രീതി? നമ്മൾ ആദ്യം ഒരുപാട് ചോദ്യങ്ങളൊക്കെ കൊടുത്ത് അത് വെച്ചിട്ടൊരു പൊതു തത്വത്തിലേക്ക് കുട്ടിയെ കൊണ്ടുവരുന്നതാണ് ആഗമന രീതി എന്ന് പറയുന്നത്. നിഗമന രീതി ആദ്യം നമ്മൾ ആ ഫാക്ട് പറഞ്ഞിട്ട് അതിനുള്ള ഉദാഹരണം, ആ ഒരു ഉദാഹരണം, അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതാം. ഒരു ചോദ്യത്തെ അപഗ്രഥിക്കാനുള്ള അല്ലെങ്കിൽ വിശകലനം ചെയ്യാനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഉത്തരം കണ്ടെത്തുക. നമ്മൾ ഒരു ചോദ്യത്തെ അപഗ്രഥിക്കാനും അല്ലെങ്കിൽ വിശകലനം ചെയ്യുവാനുമുള്ള ചോദ്യങ്ങൾ ആദ്യം ഇവിടെ തയ്യാറാക്കണം. ആ ഒരു ചോദ്യം നമ്മളെ പരീക്ഷ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. ഈ ഒരു ചോദ്യത്തെ അപഗ്രഥിക്കാനുള്ള അല്ലെങ്കിൽ വിശകലനം ചെയ്യാനുള്ള ചോദ്യങ്ങൾ നമ്മൾ ആദ്യം തയ്യാറാക്കണം. എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം? അതിന് ഉത്തരങ്ങൾ എഴുതണം. കേരളത്തിലെ ഗണിത പഠന പദ്ധതി, പാഠ്യപദ്ധതി എന്നായി പോയിട്ടുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പൊ എന്താലോചിക്കണം? ഗണിത പഠന പദ്ധതി പ്രവർത്തനാധിഷ്ഠിത പഠനത്തിന് ഊന്നൽ നൽകുന്നു. ഈ പ്രസ്താവന നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? സാധൂകരിക്കുക. അപ്പൊ നമ്മുടെ ഗണിത പാഠ്യപദ്ധതി ഒരു പ്രവർത്തനാധിഷ്ഠിത പഠനത്തിനാണ് ഊന്നൽ നൽകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? ഇത് 2 കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് സാധൂകരിക്കാൻ വേണ്ടിയിട്ട് കഴിയണം. കുട്ടികളിൽ ഗണിത പഠന താല്പര്യം വളർത്തുന്നതിൽ ഗണിത ക്ലബ്ബ്, ഗണിത ലൈബ്രറി എന്നിവയുടെ പങ്ക് വ്യക്തമാക്കുക. നമ്മളെ കുട്ടികളിൽ ഒരു ഗണിത പഠനത്തിനുള്ള താല്പര്യം വളർത്തുന്നതില് ഗണിത ക്ലബിനും ഗണിത ലൈബ്രറിക്കും എത്രത്തോളം പങ്കുണ്ട് എന്ന് ഒരു ചോദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വൃത്തചിത്രം വരയ്ക്കുക. ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഒരു വൃത്തചിത്രം വരയ്ക്കാനുള്ള ചോദ്യങ്ങളും കണ്ടുവരുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. പല ചോദ്യ പേപ്പറുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്.
പെട്ടെന്ന് ചോദ്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കുറച്ച് വേഗതയിൽ പോകുന്നത്. എല്ലാവരും അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പോസ് ചെയ്ത് വെച്ചിട്ടാണെങ്കിലും ചോദ്യങ്ങൾ എഴുതിയെടുക്കുക. ഒരു ചോദ്യം പരിഹരിക്കുന്നതിന് കുട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം, അവ എങ്ങനെ പരിഹരിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ പരീക്ഷാ പേപ്പറിൽ ഒരു ചോദ്യം തന്നിട്ടുണ്ടാവും. ഈ ഒരു ചോദ്യം പരിഹരിക്കുന്നതിന് കുട്ടി ഏതൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവും, ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ ഒരു അധ്യാപിക എന്ന നിലയിൽ എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതാണ്. ആ പരിഹരിക്കുന്ന തലം കൂടി നിങ്ങൾ അവിടെ എഴുതി ചേർക്കണം. ഒരു പഠന നേട്ടം ഉൾപ്പെടുന്ന ഒരു മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളും സൂചകങ്ങളും തയ്യാറാക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ചോദ്യമായിട്ടൊരു പഠന നേട്ടം തന്നിട്ടുണ്ടാവും. ഈ ഒരു പഠന നേട്ടത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മൂല്യനിർണ്ണയ പ്രവർത്തനവും സൂചകങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. ഇതില് എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ആണ് എന്നുള്ള കാര്യം പ്രത്യേകം എന്ത് ചെയ്യുക, മറക്കാതിരിക്കുക. ഒരു പഠന നേട്ടം ഉൾപ്പെടുന്ന ഒരു മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളും സൂചകങ്ങളും തയ്യാറാക്കുക. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. അടുത്ത ചോദ്യം, എന്താണ് വർക്ക് ഷീറ്റുകൾ? അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ പ്രയോജനപ്പെടുത്താവുന്ന 2 വർക്ക് ഷീറ്റുകൾ തയ്യാറാക്കുക. എന്താണ് വർക്ക് ഷീറ്റ് എന്നുള്ളത് ആദ്യമായിട്ട് എഴുതുക, നല്ല വിശദീകരിച്ച് തന്നെ എഴുതുക. പിന്നെ അതിൽ നമ്മുടെ UP ക്ലാസ്സുകളിൽ പ്രയോജനപ്പെടുത്താവുന്ന 2 വർക്ക് ഷീറ്റുകൾ നമ്മൾ സ്വയം തയ്യാറാക്കുക. ഗണിത രൂപീകരണ ഘട്ടങ്ങൾ ELPS ഉദാഹരണ സഹിതം വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഈ ചോദ്യവും നമ്മൾ എക്സ്ട്രാ കെയർ എടുത്ത് നോക്കേണ്ട ചോദ്യമാണ്. ഒരുപാട് പരീക്ഷകളിൽ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ചോദ്യമാണ്. 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഒരു മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ ആണ്. 1 മുതൽ 40 വരെയുള്ള ഒറ്റസംഖ്യയുടെ ശരാശരി 20 ആണ് എങ്കിൽ 40നും 80നും ഇടയിലുള്ള ഒറ്റസംഖ്യകളുടെ ശരാശരി എത്ര എന്നുള്ളതാണ് ആ ചോദ്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. വാൻ ഹേലിയുടെ ജാമിതീയ ചിന്താ വികസന മാതൃക വിശദീകരിക്കുക. വാൻ ഹേലിയുടെ ജാമിതീയ ചിന്താ വിശകലന മാതൃക വികസന മാതൃക വിശദീകരിക്കുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഗണിത പഠനത്തിന്റെ ദൃശ്യവൽക്കരണത്തിന്റെ പ്രാധാന്യം ഉദാഹരണ സഹിതം വിശദീകരിക്കുക. നമ്മൾ നേരത്തെ ദൃശ്യവൽക്കരണം ഒരു ഭാഗത്ത് കണ്ടു. ഇവിടെ ഈ ഒരു ഗണിത പഠനത്തിലെ ഈ ഒരു ദൃശ്യവൽക്കരണം എത്രത്തോളം പ്രാധാന്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൃത്യമായിട്ട് എഴുതി വിശദീകരിക്കുക. അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ പ്രയോജനപ്പെടുത്താവുന്ന 2 പഠനോപകരണങ്ങളും ബോധനശാസ്ത്രപരമായ അവയുടെ പ്രാധാന്യവും വിശദീകരിക്കുക. അപ്പൊ നമ്മള് ഈ ഒരു UP ക്ലാസ്സുകളിൽ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതായ ഏതെങ്കിലും 2 പഠനോപകരണങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മൾക്ക് അതിനെക്കുറിച്ച് വിശദീകരിച്ച് എഴുതുവാൻ വേണ്ടിയിട്ട് കഴിയും. 2 പഠനോപകരണങ്ങൾ എഴുതുക. ബോധനശാസ്ത്രപരമായി നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഓരോരോ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ പഠനോപകരണങ്ങളുടെ പ്രാധാന്യം എന്ത് എന്നുള്ളതും കൂടെ നമുക്ക് എഴുതുവാൻ വേണ്ടി കഴിയണം. വിദ്യാലയത്തിൽ ഒരു മികച്ച ഗണിത ലാബ് ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുക. നിങ്ങൾ സ്കൂളിൽ ഒരു അധ്യാപകനായി പോയി, നിങ്ങൾക്ക് അവിടെ കണക്കിന്റെ ചാർജ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ വിദ്യാലയത്തിൽ ഒരു മികച്ച ഗണിത ലാബ് ഒരുക്കുന്നതിനുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ, ഇതാണ് ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത. നമുക്ക് കുറെ കോമൺ നോളജ് ഉണ്ടെങ്കിലും ഉത്തരങ്ങൾ എഴുതാൻ പറ്റും. അപ്പൊ ആ ഒരു ഗണിത ലാബ് ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇനി നമുക്ക് 20ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 20ാമത്തെ ചോദ്യം, ഗണിത പഠനത്തിലെ പ്രൊജക്ട് രീതി വിശദീകരിക്കുക. അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ നൽകാവുന്ന ഏതെങ്കിലും 2 പ്രൊജക്ട് വിഷയങ്ങൾ എഴുതുക. നമുക്ക് നേരത്തെ നമ്മൾ പ്രൊജക്ടിന്റെ ഓൾറെഡി പറഞ്ഞു, പ്രൊജക്ട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെയും പ്രൊജക്ട് വേറെ രീതിയിൽ ചോദിച്ചാണ്. ആ പ്രൊജക്ട് രീതി ഒന്ന് വിശദീകരിക്കുക. ഇനി നമുക്ക് ഒരു പ്രൊജക്റ്റായിട്ട് നൽകാൻ കഴിയുന്ന ഏതെങ്കിലും 2 പ്രൊജക്ട് വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. ഇത്തവണത്തെ ഗണിതശാസ്ത്രം വാർഷിക പരീക്ഷയ്ക്ക് നീതുവിന് ഓവറോൾ ഗ്രേഡ് A ആണ് ലഭിച്ചത്. B, C, D, E എന്നീ ഗ്രേഡുകൾ ലഭിച്ചതും ക്ലാസ്സിലുണ്ട്. നീതുവിന്റെ ടീച്ചർ ക്ലാസ്സിലെ കുട്ടികളുടെ ഓവറോൾ ഗ്രേഡുകൾ നിർണയിച്ചത് എങ്ങനെയായിരിക്കും, വിശദീകരിക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡിംഗ് സിസ്റ്റത്തെ കുറിച്ച് വിശദീകരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യം. ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ആ ഗ്രേഡ് കൊടുത്തിട്ടുണ്ടാവുക, എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡം, എത്ര മാർക്കിന് മുകളിലാണ് ഇത്ര ഗ്രേഡ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ
അവിടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കി നിൽക്കുക. ഇനി അടുത്ത ഒരു ഭാഗം വീണ്ടും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഇന്റേൺഷിപ്പിന് പകരം അത് ഇന്റേൺഷിപ്പ് എന്ന് വായിക്കുക. ഇന്റേൺഷിപ്പ്, ഇന്റേൺഷിപ്പിന്റെ ഭാഗമായുള്ള ഗണിത ക്ലാസുകളിലെ പഠനബോധന പ്രക്രിയയിൽ നിങ്ങൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവ പരിഹരിക്കാനായി നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ആ ഒരു ക്ലാസ്സിൽ, ഗണിത ക്ലാസ്സിൽ നമ്മൾ നേരിട്ടിട്ടുള്ള പഠനബോധന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നിങ്ങൾ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ മാത്രം എഴുതിയാൽ മതി. അതിനനുസരിച്ച് തന്നെ നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള പ്രിപ്പറേഷനോടെയല്ല നിങ്ങൾ പോകുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്കൊരു കോമൺ നോളജ് വെച്ച് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള പ്രാധാന്യം നിങ്ങൾ ഓരോരുത്തരും നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് മറക്കാതിരിക്കുക. അടുത്ത ചോദ്യം, ഗണിതശാസ്ത്രത്തിന്റെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ച കേരളീയ ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ് ഉള്ളത്? ഏതെങ്കിലും 2 പേരുടെ സംഭാവനകൾ എഴുതുക. അപ്പൊ നമ്മള് ഈ ഒരു DLEDന്റെ ഭാഗത്ത് ഈ ഒരു ഭാഗം കൃത്യമായിട്ട് ചർച്ച ചെയ്തു പോകുന്നുണ്ട്. മാത്സ് ടെക്സ്റ്റ് ബുക്കില് ഈ ഒരു കേരളത്തില് നമ്മുടെ നല്ല പ്രശസ്തരായിട്ടുള്ള കുറെ ഗണിതശാസ്ത്രജ്ഞന്മാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് ഗണിതശാസ്ത്രത്തിന്റെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുള്ള കേരളീയരായ ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് എഴുതാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനുശേഷം അവർ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 2 പേരുടെ സംഭാവനകൾ കൂടെ അവിടെ എഴുതി ചേർത്താൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? ആ ഒരു 5 മാർക്കും ഇങ്ങ് പോരും. പ്രൈമറി തലത്തിൽ SCERT കേരളം വികസിപ്പിച്ച ഗണിത പാഠ്യപദ്ധതി വിദേശ പാഠ്യപദ്ധതികളിൽ എന്തെങ്കിലും ഒന്നുമായി താരതമ്യം ചെയ്ത് പ്രധാനപ്പെട്ട സാമ്യതകളും വ്യത്യാസങ്ങളും എഴുതുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത് ക്ഷമിക്കുക. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ എത്തിക്കണം എന്നുള്ള കാര്യം കൊണ്ടാണ് ഇത്രയും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവുന്നത്. 10-ാം തീയതി പരീക്ഷയാണ്. നമുക്കിനി ഇന്നൊഴിച്ചാൽ ബാക്കി ഡേറ്റുകളൊന്നുമില്ല. അപ്പൊ നോക്കുക, അവിടെ നമ്മുടെ പ്രൈമറി തലത്തിൽ SCERT കേരളം വികസിപ്പിച്ചിട്ടുള്ള ഒരു പാഠ്യപദ്ധതി ഉണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, വിദേശ പാഠ്യപദ്ധതികളിൽ ഏതെങ്കിലും ഒന്നുമായിട്ട് ഈ കേരളത്തിലെ SCERT പാഠ്യപദ്ധതി താരതമ്യം ചെയ്യണം. നമ്മൾ നേരത്തെ SA ക്വസ്റ്റ്യനിൽ കണ്ടത് എന്താ, SCERTയുടെ ഗണിത പാഠ്യപദ്ധതി, നമ്മുടെ ഇന്ത്യയുടെ ഗണിത പാഠ്യപദ്ധതി, പിന്നെ ഒരു വിദേശ പാഠ്യപദ്ധതി. അവിടെ ആ ഒരു ഇന്ത്യയുടെ ഗണിത പാഠ്യപദ്ധതി അങ്ങ് വെട്ടിക്കളഞ്ഞ് 10 മാർക്കിന്റെ ചോദ്യം നേരെ 5 മാർക്കിന്റെ ചോദ്യമായി ചോദിച്ചു എന്നുള്ളത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ, ഈ ചോദ്യങ്ങൾ റിപ്പീറ്റ് വരുന്നതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഗണിതശാസ്ത്ര പഠനത്തിലൂടെ നേടുന്ന പ്രധാനപ്പെട്ട മൂല്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുക. നമ്മളൊരു ഗണിതശാസ്ത്രം പഠിക്കുന്നതിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന പ്രധാനപ്പെട്ട മൂല്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് അവിടെ വിശദീകരിക്കുക. ഒരു പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ അപഗ്രഥന ചോദ്യങ്ങൾ തയ്യാറാക്കുക. പ്രശ്നം പരിഹരിക്കുക. അപ്പോ അവിടെ നമുക്കൊരു പ്രശ്നം തന്നിട്ടുണ്ടാവും, ഒരു ചോദ്യം തന്നിട്ടുണ്ടാവും. ഇത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള അപഗ്രഥന ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കണം. എന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യണം എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കേരള ഗണിത പാഠ്യ പദ്ധതിയുടെ ഏതെങ്കിലും 5 സവിശേഷതകൾ വിശദീകരിക്കുക. നമ്മുടെ കേരള ഗണിത പാഠ്യപദ്ധതിയുടെ ഏതെങ്കിലും ഒരു 5 എണ്ണം. ഒരുപാട് സവിശേഷതകൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിലെ ഏതെങ്കിലും കുറച്ച് സവിശേഷതകൾ പഠിച്ചു വെച്ച് വിശദീകരിക്കുക. ഈ കേരള ഗണിത പാഠ്യപദ്ധതി, ദേശീയ ഗണിത പാഠ്യപദ്ധതി, വിദേശ ഗണിത പാഠ്യപദ്ധതി സ്റ്റാർ ഇട്ട് വെച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. എന്തായാലും ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു രേഖയ്ക്ക് സമാന്തരമായി മറ്റൊരു രേഖ വരയ്ക്കുന്നതിന്റെ സ്റ്റെപ്പുകൾ വിശദീകരിക്കുക. കുറച്ച് വിഷമം പിടിച്ചൊരു ചോദ്യമാണ്. നമ്മൾ ആ ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്നിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ആലോചിക്കണം.
ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. കഴിവതും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കി മറ്റു ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. എന്നിരുന്നാലും ജിയോജിബ്ര ഉപയോഗിച്ച ഒരു രേഖയ്ക്ക് സമാന്തരമായി മറ്റൊരു രേഖ ഇതുപോലെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടതുകൂടി നമ്മൾ ഇവിടെ പഠിച്ചിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പഠന നേട്ടത്തിന് അനുയോജ്യമായ മൂല്യനിർണ്ണയ പ്രവർത്തനം, അതിന്റെ സൂചകങ്ങൾ എന്നിവ തയ്യാറാക്കുക. അപ്പൊ നോക്കുക, ഒരു പഠന നേട്ടം, ആ ഒരു പഠന നേട്ടം ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. ഈ പഠന നേട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു മൂല്യനിർണ്ണയ പ്രവർത്തനം ആ ഒരു മൂല്യനിർണ്ണയ പ്രവർത്തനത്തിന് വേണ്ട സൂചകങ്ങൾ നമ്മൾ തയ്യാറാക്കണം. ആ ഒരു മൂല്യനിർണ്ണയ പ്രവർത്തനം തയ്യാറാക്കണം എന്നുള്ളതാണ് ഇവിടെയുള്ള ചോദ്യം. അപ്പൊ നമ്മൾ ആ ഒരു പഠന നേട്ടം ഉൾക്കൊണ്ട് ആ ഒരു പ്രവർത്തനം ഒന്ന് പ്ലാൻ ചെയ്യുക, അതൊന്ന് വിലയിരുത്താനുള്ള സൂചകങ്ങൾ കൂടി തയ്യാറാക്കുക. ഭാരതീയരായ 3 ഗണിതജ്ഞരുടെ പേരുകൾ എഴുതുക. അവരിൽ ഒരാളുടെ ചരിത്രത്തെയും സംഭാവനകളെയും കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നമ്മൾ ഭാരതീയരായിട്ടുള്ള 3 ഗണിതജ്ഞരുടെ പേരുകൾ എന്ത് ചെയ്യണം? എഴുതണം. ഏതെങ്കിലും 3 പ്രസിദ്ധരായിട്ടുള്ള ഗണിതജ്ഞരുടെ പേര് എഴുതുക. അവരിൽ ഒരാളുടെ ചരിത്രത്തെയും സംഭാവനയും കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കിയാൽ നമുക്ക് അവിടെ എത്ര മാർക്ക് കിട്ടും? 5 മാർക്ക് കിട്ടുന്നതായിരിക്കും. ഒരാശയം രൂപീകരിക്കുന്നതിന് അനുയോജ്യമായ ഒരു പഠന പ്രവർത്തനം തയ്യാറാക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആശയം ടെക്സ്റ്റ് ബുക്കിൽ അല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. ഈ ആശയം രൂപീകരിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പഠന പ്രവർത്തനം നിങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുക? ആ ഒരു പഠന പ്രവർത്തനം അവിടെ വിശദീകരിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ ആ ഒരു ചോദ്യം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠന പ്രവർത്തനം തയ്യാറാക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 24ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം, ഗണിതത്തിലെ പ്രധാന പഠനബോധ തന്ത്രങ്ങൾ ഏതൊക്കെ? ഏതെങ്കിലും 2 ഉദാഹരണ സഹിതം വിശദീകരിക്കുക. അപ്പൊ നമ്മുടെ ഗണിതത്തിലെ പ്രധാനപ്പെട്ട പഠനബോധന തന്ത്രങ്ങൾ ഒരുപാടെണ്ണം ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 2 നമുക്ക് ഒരു ഉദാഹരണ സഹിതം വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ ഉദാഹരണം വെച്ച് തന്നെ വിശദീകരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കുറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു ആശയം കണ്ടെത്തുന്നതിന് അനുയോജ്യമായ ഒരു പ്രൊജക്റ്റ് കണ്ടെത്തി ഘട്ടങ്ങളും ഉദാഹരണങ്ങളും സഹിതം വിശദീകരിക്കുക. അപ്പൊ നമ്മുടെ ഇത് പ്രൊജക്റ്റ് എന്നുള്ളത് എത്ര തവണയാ കടന്നു വന്നിട്ടുള്ളത് എന്നൊന്ന് നോക്കുക. ഒരാശയം, ഏതെങ്കിലും ഒരു ആശയം പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ആശയം കണ്ടെത്തുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ ഘട്ടങ്ങളും അതിന്റെ ഉദാഹരണങ്ങളും കൊടുത്ത് വിശദീകരിക്കുക. രാമാനുജന്റെ ഗണിത ജീവിതം എന്ന സെമിനാറിൽ അവതരിപ്പിക്കാൻ ഒരു ലഘു പ്രബന്ധം തയ്യാറാക്കുക. അപ്പൊ നോക്ക്, ഇതെല്ലാം റിപ്പീറ്റഡ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഭാരതീയ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചുള്ള ഒരു ചോദ്യം അവിടെ കണ്ടു. ഭാരതീയ ശാസ്ത്രജ്ഞനാണ് രാമാനുജൻ. അപ്പൊ ഭാരതീയ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണ്ട? ഈ രാമാനുജനെ കുറിച്ചുള്ള ഈ ഒരു ചോദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഭൂരിഭാഗം കാര്യങ്ങളും മനസ്സിലാവും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തും. അടുത്ത ചോദ്യം, ഗണിത പഠനത്തിലൂടെ ആർജിക്കുന്ന മൂല്യങ്ങൾ 6 എഴുതുക, 2 വിശദീകരിക്കുക. ഗണിത പഠന മൂല്യങ്ങൾ നേരത്തെ സെയിം ക്വസ്റ്റ്യൻ വന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുക? ഗണിത പഠനത്തിലൂടെ ആർജിക്കുന്ന മൂല്യങ്ങൾ 6 എഴുതുക. അതിൽ ഏതെങ്കിലും ഒരു 2 നമ്മൾ വിശദീകരിക്കുക. ഇനി അടുത്ത പൈ ഡയഗ്രത്തിൽ സൂചിപ്പിക്കാവുന്ന 5 വിവരങ്ങൾ അടങ്ങിയ ഒരു ദത്തപ്പട്ടിക തയ്യാറാക്കുക. പൈ ഡയഗ്രം തയ്യാറാക്കി അതിൽ ചിത്രീകരിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു പൈ ഡയഗ്രത്തിൽ കൊള്ളുന്ന ഒരു 5 വിവരങ്ങൾ എന്ത് ചെയ്യണം? അടങ്ങിയിട്ടുള്ള ഒരു പട്ടിക നമ്മൾ ആദ്യം തയ്യാറാക്കണം. അത് വേണം ഒരു ബജറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവാം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ദത്തപ്പട്ടിക ഉപയോഗിച്ച് നമ്മൾ ഒരു പൈ ഡയഗ്രം തയ്യാറാക്കി അതിൽ ചിത്രീകരിക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി ക്ലാസ്സിൽ ആഗമന രീതിയോ നിഗമന രീതിയോ മെച്ചം? നിങ്ങളുടെ വാദങ്ങൾ ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. അത് ആഗമന രീതി, നിഗമന രീതി പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, മറക്കാതെ പഠിച്ചിട്ട് പോവുക. അത് ഇതിൽ നമ്മൾ 5 മാർക്കിന്റെ ചോദ്യങ്ങളാവുമ്പോൾ എന്താണ് ആഗമന രീതി എന്ന് പറയണം, എന്താണ് നിഗമന രീതി എന്ന് പറയണം, എന്തുകൊണ്ടാണ് ആഗമന രീതി മെച്ചമാവുന്നത് എന്ന് പറയണം, അല്ലെ എന്തുകൊണ്ടാണ് നിഗമന രീതി മെച്ചമാവുന്നത്, അതിനുള്ള ഉദാഹരണ സഹിതം നമുക്ക് എന്ത് ചെയ്യണം? അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് കഴിയണം. ഗണിത രൂപീകരണ ഘട്ടങ്ങൾ ഉദാഹരണ സഹിതം വിശദീകരിക്കുക.
അവിടെ ഗണിത പഠന രൂപീകരണ ഘട്ടങ്ങൾ എന്നുള്ളതായിട്ട് നമ്മൾ മാറ്റി വായിക്കണം. എന്തൊക്കെയാണ് ഈ ഒരു ഗണിത പഠന രൂപീകരണ ഘട്ടങ്ങൾ എന്നുള്ളത് ഉദാഹരണ സഹിതം നമുക്ക് എന്ത് പറ്റണം, കൃത്യമായിട്ട് വിശദീകരിക്കുവാനായിട്ട് കഴിയണം. ഗണിത പഠനത്തിലെ പ്രശ്നപരിഹാര തന്ത്രങ്ങൾ എന്തൊക്കെയാണ് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. നമ്മളെ ഗണിത പഠനത്തിലുള്ള പ്രശ്ന പരിഹാര തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞു പോയിട്ടുള്ള ചോദ്യമാണ്. അത് എന്തൊക്കെയാണ്, അവ ഉദാഹരണ സഹിതം നമുക്ക് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയണം. എന്താണ് ഗണിത ക്ലബ്ബ്? ഗണിത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാലയത്തിൽ നടപ്പാക്കാവുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ വിശദീകരിക്കുക. അപ്പൊ എന്താണ് ഗണിത ക്ലബ്ബ് എന്ന് വിശദീകരിക്കണം. ഈ ഒരു ഗണിത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നമ്മളെ വിദ്യാലയത്തിൽ എന്തൊക്കെ പരിപാടികളാണ് നമുക്ക് നടപ്പാക്കാൻ പറ്റുക എന്നുള്ളതും കൂടെ അവിടെ വിശദീകരിക്കണം. അപ്പോ നേരത്തെയും ഗണിത ക്ലബിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നതാണ്. ഈ ഗണിത ക്ലബ്ബ്, ഗണിത ലൈബ്രറി, ഗണിത ലാബ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മുഴുവനായിട്ട് അവിടെ കവറായി പോകുന്നതാണ്. പ്രൈമറി ക്ലാസ്സുകളിൽ പ്രയോജനപ്പെടുത്താവുന്ന ഏതെങ്കിലും 2 പഠനോപകരണങ്ങളുടെ ക്ലാസ് റൂം ഉപയോഗം വിശദീകരിക്കുക. നമ്മൾ നേരത്തെ അപ്പർ പ്രൈമറി ക്ലാസ്സിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പഠനോപകരണങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ താഴെ നോക്കിയാ വന്നിരിക്കുന്ന ചോദ്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ലോവർ പ്രൈമറി ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റിയ പഠനോപകരണങ്ങൾ എന്താ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ചോദ്യം ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ അവിടെ മനസ്സിലാക്കി ടോപ്പിക്കുകളിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബോധനശാസ്ത്ര ഉള്ളടക്ക അപഗ്രഥനം അഥവാ യൂണിറ്റ് പ്ലാൻ എന്നാൽ എന്ത്? പഠന നേട്ടങ്ങളുടെ സഹായത്തോടെ വിശദീകരിക്കുക. അപ്പൊ നമ്മളിവിടെ ബോധനശാസ്ത്രപരമായ ഉള്ളടക്കം അല്ലെങ്കിൽ നമ്മൾ യൂണിറ്റ് പ്ലാൻ എന്ന് പറയും. ഈ യൂണിറ്റ് പ്ലാൻ എന്താണ് എന്നുള്ളത് പറയണം. ഇത് പഠന നേട്ടങ്ങളുടെ സഹായത്തോടെ വേണം ഇവിടെ വിശദീകരിച്ചു പോവാൻ. ഗണിത പഠനത്തിൽ കുട്ടികളുടെ പ്രസക്തി എന്താണ് എന്നുള്ളത് 2 ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കുക. നമ്മൾ ഗണിതം പഠിക്കുമ്പോൾ അതിൽ ആ കുട്ടിയുടെ പ്രസക്തി എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ നമ്മൾ വിശദീകരിക്കുക. താഴെ തന്നിരിക്കുന്ന ഉള്ളടക്ക മേഖലകളുമായി ബന്ധപ്പെട്ട 2 വിലയിരുത്തൽ പ്രവർത്തനങ്ങളും അവയുടെ ഉത്തര സൂചകങ്ങളും തയ്യാറാക്കുക. രേഖീയ ജോഡി എന്നുള്ള ഒരു വിഷയം തന്നിട്ടുണ്ട്, അംശബന്ധം എന്നുള്ളൊരു വിഷയം തന്നിട്ടുണ്ട്. ഈ രേഖീയ ജോഡിയും അംശബന്ധവും ഈ ഒരു ഉള്ളടക്ക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട 2 വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ തയ്യാറാക്കണം. അതേപോലെ ഈ വിലയിരുത്തൽ പ്രവർത്തനങ്ങളുടെ ഉത്തര സൂചികയും കൂടെ നമ്മൾ തയ്യാറാക്കണം. കേരളത്തിലെ പ്രൈമറി വിദ്യാലയങ്ങളിൽ നിരന്തര വിലയിരുത്തലിനായി ഉപയോഗിക്കാവുന്ന ടൂളുകൾ എന്തൊക്കെ? ഏതെങ്കിലും 5 എണ്ണം എഴുതി വിശദീകരിക്കുക. ഓരോന്നും വിശദീകരിക്കുന്നതിന് ഓരോ മാർക്കായിരിക്കും. 5 എണ്ണം വിശദീകരിക്കുമ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 5 മാർക്ക് കിട്ടും. കേരളത്തിലെ പ്രൈമറി വിദ്യാലയങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ നിരന്തര വിലയിരുത്തലിനായി ഉപയോഗിക്കുന്ന ടൂളുകൾ എന്തൊക്കെയാണ്? അതിൽ ഏതെങ്കിലും ഒരു 5 എണ്ണം എഴുതി നമ്മൾ എന്ത് ചെയ്യണം? അത് വിശദീകരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗണിത രൂപീകരണത്തിന്റെ 4 ഘട്ടങ്ങൾ ഏതൊക്കെ? ഉദാഹരണ സഹിതം വിശദീകരിക്കുക. നമ്മുടെ ഗണിത രൂപീകരണത്തിന്റെ 4 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ആ 4 ഘട്ടം ഉദാഹരണ സഹിതം. അപ്പൊ 4 ഘട്ടങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതോടുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അതിന്റെ ഉദാഹരണങ്ങൾ വെച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കണം. എന്നാലേ നമുക്ക് അവിടെ മുഴുവനായിട്ട് മാർക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് കഴിയും. ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ പ്രവർത്തനം തയ്യാറാക്കുക. വിലയിരുത്തൽ സൂചകങ്ങളും എഴുതുക. ഒരു പാഠഭാഗം പറഞ്ഞിട്ടുണ്ടാവും, ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിലയിരുത്തൽ പ്രവർത്തനമാണ് തയ്യാറാക്കേണ്ടത്. ഇത് വിലയിരുത്തുമ്പോൾ ആ ഒരു വിലയിരുത്താൻ ആവശ്യമായ ടൂളുകൾ കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഗണിത പ്രൊജക്ടിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെ? വീണ്ടും 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 പ്രൊജക്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഗണിത പ്രൊജക്ടിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം, അവ എങ്ങനെ പരിഹരിക്കാം? നമ്മളൊരു ചോദ്യം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം. ഇതും റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നതാണ് എന്നുള്ളത് അവിടെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഗണിത പഠനത്തിൽ പ്രയോജനപ്പെടുത്താവുന്ന വിലയിരുത്തൽ ടൂളുകളെ കുറിച്ച് വിശദീകരിക്കുക. നമ്മുടെ ഒരു ഗണിത പഠനത്തിൽ
നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന വിലയിരുത്തൽ ടൂളുകൾ ഏതൊക്കെയാണ്, ആ ടൂളുകളെ കുറിച്ചൊരു വിശദീകരണം നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഇത്രയുമാണ് നമ്മുടെ ഡി പാർട്ടിലുള്ള 5 മാർക്കിന്റെ ചോദ്യങ്ങൾ. ആ ഒരു ഭാഗം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി പോവുക. കുറെ ഭാഗങ്ങൾ റിപ്പീറ്റ് ഉണ്ട്. ഇനി നമുക്ക് പാർട്ട് സിയിലേക്ക് പോവാം. ചിത്രം എന്ന വിഷയത്തിൽ നടത്തുന്ന ക്വിസ് മത്സരത്തിലേക്ക് അനുയോജ്യമായ 6 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കുക. അപ്പൊ നമുക്ക് ഒരു ഗണിത ക്വിസ് നടത്തുമ്പോൾ ആ ഒരു ഗണിത ചരിത്രം എന്ന വിഷയത്തില് ചോദിക്കാൻ പറ്റിയ 6 ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. അതിന്റെ ഉത്തരം കൂടി എഴുതുക. 3 മാർക്ക്. എന്താണ് തുറന്ന ചോദ്യങ്ങൾ? 2 ഉദാഹരണങ്ങൾ എഴുതുക. തുറന്ന ചോദ്യങ്ങൾ എന്നല്ല, തുറന്ന ചോദ്യങ്ങൾ എന്നാണ്. എന്താണ് തുറന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ ആയിട്ടുള്ള ഒരു ഉത്തരവൊന്നുമില്ലാത്ത ആ ഒരു തരത്തിൽ നമുക്കായിട്ട് ഉത്തരം എഴുതാൻ കഴിയുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് തുറന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം ഇവ വിശദീകരിക്കുക. നിരന്തരമായിട്ട് നമ്മൾ ഒരു പരീക്ഷയ്ക്ക് പഠിച്ചാൽ 3 പരീക്ഷയ്ക്ക് ഗുണമാവും എന്ന തരത്തിലുള്ള ഒരു ടോപ്പിക്കാണിത്. എല്ലാ പരീക്ഷകളിലും, എല്ലാ കണക്കിലായാലും സോഷ്യലിലായാലും EVSലായാലും ഈ പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം തുടങ്ങിയ ടോപ്പിക്കുകളുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, അത് ഒരു റെഡ് മാർക്ക് ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നിർബന്ധമായിട്ട് ഈ ഒരു ഭാഗം വിട്ടുകളയാതെ പഠിക്കണം. ജാമിതിയുടെ പഠനത്തിൽ ജിയോജിബ്ര എങ്ങനെ സഹായകമാകുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ജിയോജിബ്രയിലൂടെ പല സാഹചര്യങ്ങളിൽ ഇപ്പൊ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ വ്യവകലന ക്രിയകൾ സംബന്ധിച്ച ധാരണ ഉറപ്പിക്കൽ അനുയോജ്യമായ 3 വർക്ക് ഷീറ്റുകൾ ചിത്രങ്ങളുടെ സഹായത്തോടെ തയ്യാറാക്കുക. അപ്പൊ നമ്മൾ LPയിൽ വ്യവകലനം എന്ന് പറഞ്ഞാൽ എന്താ, വ്യവകലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറയ്ക്കലാണ്, മൈനസ്. അപ്പോ ഈ ഒരു ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ വ്യവകലന ക്രിയകൾ സംബന്ധിച്ച ധാരണ ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 3 വർക്ക് ഷീറ്റ് തയ്യാറാക്കാനാണ് പറയുന്നത്. ചിത്രങ്ങളുടെ സഹായത്തോടെ തയ്യാറാക്കുക. ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്. ഒരു 5 ആപ്പിൾ വരയ്ക്കുക, കുറക്കണം ചിഹ്നം 3 ആപ്പിൾ വരയ്ക്കുക, ഉത്തരം 2 ആപ്പിൾ. ഇതുപോലത്തെ സാധനങ്ങൾ എഴുതിയ പെട്ടെന്ന് 3 മാർക്കിങ് സ്കോർ ചെയ്തിട്ടെങ്കിൽ പോരാ. ശരാശരിയുമായി ബന്ധപ്പെട്ട ഒരു മൂല്യനിർണ്ണയ പ്രവർത്തനം തയ്യാറാക്കുക. അതിന്റെ ഗ്രേഡിംഗ് സൂചനകൾ കൂടി എഴുതുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പ്രൈമറി വിദ്യാലയത്തിലെ ഗണിത ലാബിൽ ഉണ്ടായിരിക്കേണ്ട സാമഗ്രികൾ ലിസ്റ്റ് ചെയ്യുക. ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള 4 നിർദ്ദേശങ്ങളും എഴുതുക. അപ്പൊ നമുക്ക് ഈ ഒരു ഗണിത ലാബിൽ ഉണ്ടായിരിക്കേണ്ട സാമഗ്രികൾ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യുക. ഇവ ഫലപ്രദമായിട്ട് ലാബിൽ ഉപയോഗപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു കുറച്ച് നിർദ്ദേശങ്ങൾ, ഒരു 4 നിർദ്ദേശങ്ങളും കൂടെ എന്ത് ചെയ്യുക, നമ്മൾ അവിടെ കൊടുക്കുക. ഇനി അടുത്ത 8ാമത്തെ ചോദ്യം. ഗണിത പഠനത്തിലെ വാർഷിക ആസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിന ആസൂത്രണം ഇവ എന്തെന്ന് വിശദീകരിക്കുക. ഇവ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? 3 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ ജസ്റ്റ് വാർഷിക ആസൂത്രണം എന്താന്ന് എഴുതുക, യൂണിറ്റ് ആസൂത്രണം എന്താന്ന് എഴുതുക, ദൈനംദിന ആസൂത്രണം എന്താന്ന് എഴുതുക. വാർഷികാസൂത്രണം നടത്തിയാലേ യൂണിറ്റ് ആസൂത്രണം തയ്യാറാക്കാൻ വൃത്തി പറ്റൂ. അല്ല, ഇനി യൂണിറ്റ് ആസൂത്രണം തയ്യാറാക്കി കഴിഞ്ഞാലേ ദൈനംദിന ആസൂത്രണം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ അറിയാം. അതങ്ങ് എഴുതിയാൽ മതി. താഴെ തന്നിരിക്കുന്നത് കുറച്ച് കുറിപ്പുകൾ തന്നിരിക്കുന്നവയെ കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുക. അവയിൽ ഗണിത പഠനത്തിനുള്ള പ്രാധാന്യമെന്ത്? താഴെ തന്നിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഒറിഗാമി, രണ്ടാമത്തെ ടാൻഗ്രാം. ഈ കാര്യങ്ങളെ കുറിച്ചുള്ള കുറിപ്പുകൾ ആദ്യം തയ്യാറാക്കുക. എന്നിട്ട് ഇവയിൽ ഗണിത പഠനത്തിനുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതും കൂടെ നമ്മൾ അവിടെ കൃത്യമായിട്ട് ഒന്ന് എഴുതുക. ഒരു ത്രികോണം നിർമ്മിക്കാനായി കുട്ടി സ്വായത്തമാക്കേണ്ടിയിരിക്കുന്ന അടിസ്ഥാന ആശയങ്ങൾ, ശേഷികൾ എന്നിവ ഏതൊക്കെയാണ്? ഒരു ത്രികോണം കുട്ടി നിർമ്മിക്കുകയാണ്. ഈ ഒരു ത്രികോണം നിർമ്മിക്കുവാൻ വേണ്ടി കുട്ടി നേടിയിരിക്കേണ്ട അടിസ്ഥാന ആശയങ്ങളും ശേഷികളും എന്തെല്ലാമാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു കെട്ടിടം പണി നടക്കുന്ന സ്ഥലത്തേക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും ഫീൽഡ് ട്രിപ്പിന് പോകുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി കുട്ടികൾ നേടേണ്ട ഏതെങ്കിലും 3 ഗണിതാശയങ്ങൾ എഴുതുക. നമ്മൾ ഒരു ഫീൽഡ് ട്രിപ്പിന്റെ ഭാഗമായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക് പോവാണ്. അങ്ങനെ കെട്ടിടത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടുന്ന് ആ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായി കുട്ടികൾ നേടേണ്ട ഏതെങ്കിലും 3 ഗണിതാശയങ്ങൾ വിശദീകരിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്.
ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ സങ്കലനം പഠിപ്പിക്കുവാനായി ഡൈസ് ഉപയോഗിച്ച് നടത്താവുന്ന 3 പ്രവർത്തനങ്ങൾ എഴുതുക. അപ്പൊ ഇവിടെ ഡൈസ് ഉപയോഗിച്ച് നമുക്ക് ഏതൊക്കെ പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിലേതെങ്കിലും ഒരു 3 പ്രവർത്തനങ്ങൾ ഡൈസ് ഉപയോഗിച്ച് നമ്മൾ എഴുതുക. നിത്യജീവിതത്തിൽ ഗണിതം ഉപയോഗിക്കുന്ന 3 സന്ദർഭങ്ങൾ എഴുതുക. ഏതൊക്കെ നമ്മുടെ ജീവിതത്തിന് ചുറ്റും നോക്കിയ കണക്കാണ്. അപ്പൊ ആ ഒരു കണക്ക് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു 3 സന്ദർഭം നമ്മൾ എഴുതുക. ശതമാനവും അതിനു തുല്യമായ ഭിന്നസംഖ്യയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കാനുള്ള ഒരു പഠന പ്രവർത്തനം എഴുതുക. ശതമാനം, ഈ ഒരു ശതമാനത്തിന് തുല്യമായ ഭിന്നസംഖ്യയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പഠന പ്രവർത്തനം എന്ത് ചെയ്യുക, നമ്മൾ എഴുതുക. ലോവർ പ്രൈമറി തലത്തിലെ ഏതെങ്കിലും 3 വിലയിരുത്തൽ മേഖലകൾ വിശദീകരിക്കുക. നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ ലോവർ പ്രൈമറി തലത്തിലെ ഏതെങ്കിലും ഒരു 3 ഓരോ മാർക്കായിരിക്കും. ആ മേഖലകൾ നമ്മൾ എന്ത് ചെയ്യുക, വിശദീകരിക്കുക. തുറന്ന ചോദ്യങ്ങൾ എന്താണ്, റിപ്പീറ്റ് ആയിട്ട് വന്നതാണ്. ഗണിതശാസ്ത്ര ബോധനത്തിൽ തുറന്ന ചോദ്യത്തിന്റെ പ്രസക്തി എന്ത് എന്നുള്ളത് ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ തുറന്ന ചോദ്യങ്ങൾ പറഞ്ഞു, റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കുക, അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. കുട്ടികളിൽ യുക്തിചിന്ത വളർത്തുന്നതിൽ ഗണിത പസിലുകൾക്കുള്ള പ്രാധാന്യം എന്ത്? പ്രൈമറി ക്ലാസ്സുകളിൽ ഉപയോഗിക്കാവുന്ന ഒരു ഗണിത പസിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു കുട്ടികളിൽ യുക്തിചിന്ത വളർത്തുന്നതിൽ ഈ ഒരു ഗണിത പസിലുകൾക്ക് എത്ര പ്രാധാന്യമുണ്ട്, അതേപോലെ തന്നെ പ്രൈമറി ക്ലാസ്സുകളിൽ ഉപയോഗിക്കാനാവുന്ന ഒരു ഗണിത പസിലിനെ കുറിച്ചും നിങ്ങൾ അവിടെ എഴുതുക. പ്രൈമറി ക്ലാസ്സുകളിൽ സംഖ്യാബോധം ഉറപ്പിക്കുന്ന അനുയോജ്യമായ ഒരു പഠനോപകരണത്തിന്റെ നിർമ്മാണ രീതി വിശദീകരിക്കുക. അതിന്റെ ബോധനശാസ്ത്രപരമായ പ്രാധാന്യം എഴുതുക. നമ്മൾ പഠനോപകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഠനോപകരണം എന്നുള്ളത് ഈ ഒരു കണക്ക് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് എന്നുള്ളത് തിരിച്ചറിയാം. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രൈമറി ക്ലാസ്സുകളിൽ സംഖ്യാബോധം ഉറപ്പിക്കാൻ അനുയോജ്യമായ പഠനോപകരണത്തിന്റെ നിർമ്മാണ രീതിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ബോധനശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യം കൂടി എഴുതുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഒരു പ്രശ്നത്തെ ദൃശ്യവത്കരിക്കുക. ഒരു പ്രശ്നം എങ്ങനെ നമുക്ക് ദൃശ്യവൽക്കരിക്കാൻ വേണ്ടി കഴിയും. ഗണിതശാസ്ത്രവും മനഃശാസ്ത്രവും തമ്മിലുള്ള ബന്ധം വിശദമാക്കുക. നമ്മുടെ ഗണിതശാസ്ത്രവും മനഃശാസ്ത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് ബന്ധം എന്നുള്ളത് അവിടെ വിശദീകരിക്കുക. ദൈനംദിന പാഠാസൂത്രണ രേഖയിലെ വിലയിരുത്തൽ പേജിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതുക. വിലയിരുത്തൽ പേജ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണെന്ന് നമുക്കറിയാം. ആ ഒരു വിലയിരുത്തൽ പേജിലുള്ള ഉള്ളടക്കം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വേണ്ട പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അത് വിശദീകരിക്കുക. ജിയോജിബ്ര ഉപയോഗിച്ച് 4 യൂണിറ്റ് ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കുന്ന വിധം വിശദീകരിച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ജിയോജിബ്ര ഇപ്പൊ ചോദ്യപേപ്പറിൽ 4 or 5 തവണ റിപ്പീറ്റ് ചെയ്തതായിട്ട് കാണാൻ കഴിയും. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കുക. എന്താണ് പോർട്ട്ഫോളിയോ? ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഒരു അക്കാദമിക് ഇയറിൽ കുട്ടികൾ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും കൂട്ടിവെക്കുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് പോർട്ട്ഫോളിയോയെ കാണാം. അതിന്റെ ഒരു ഉദാഹരണം, സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഉദാഹരണം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, അതൊന്ന് വിശദീകരിച്ച് എഴുതിയാൽ അവിടെ 3 മാർക്ക് കിട്ടും. ഗണിത ബോധന പ്രക്രിയയിൽ ബോധനശാസ്ത്രപരമായ ഉള്ളടക്ക വിശകലനത്തിന്റെ പ്രാധാന്യം എന്ത്? നമ്മുടെ ഈ ഒരു ഗണിത ബോധന പ്രക്രിയയിലെ ബോധനശാസ്ത്രപരമായ ഉള്ളടക്ക വിശകലനം, പെഡഗോജിക് അനാലിസിസിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട മൂല്യനിർണ്ണയ പ്രവർത്തനവും അത് വിലയിരുത്താൻ ആവശ്യമായ സൂചകങ്ങളും തയ്യാറാക്കുക. അപ്പൊ ഒരു പാഠഭാഗം അവിടെ തന്നിട്ടുണ്ടാവും. ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂല്യനിർണ്ണയ പ്രവർത്തനം നമ്മൾ ചെയ്യണം. സെയിം റിപ്പീറ്റ് 5 മാർക്കിന് കഴിഞ്ഞ വേറൊരു പരീക്ഷാ പേപ്പറിൽ ചോദിച്ച അതേ ചോദ്യം 3 മാർക്കിൽ എടുത്തിട്ടതാണ്. അപ്പൊ അതേപോലെ തന്നെ അടുത്ത ചിലപ്പോൾ നിങ്ങൾ ഈ 3 മാർക്കിന്റെ ചോദ്യങ്ങൾ 5 മാർക്കിലേക്ക് വീഴുന്നതായിരിക്കും കാണുക. ഗണിത പഠനത്തിലെ പ്രശ്നപരിഹരണ തന്ത്രങ്ങൾ ഏതൊക്കെയാണ്? ഏതെങ്കിലും ഒന്ന് വിശദീകരിക്കുക. പിന്നെ റിപ്പീറ്റ് അവിടെ വന്നു. നമ്മുടെ ഈ ഒരു പഠനത്തിലെ പ്രശ്നപരിഹരണ തന്ത്രങ്ങൾ ഏതൊക്കെയാണ്? ഇതിലേതെങ്കിലും ഒന്ന് തന്ത്രങ്ങൾ എഴുതുക. ഇതിലേതെങ്കിലും ഒന്നിനെ കുറിച്ച് മാത്രം വിശദീകരിക്കുക. പ്രൈമറി ഗണിത ക്ലാസ്സുകളിൽ പ്രയോജനപ്പെടുത്താവുന്ന 2 കളികളും അവയിലൂടെ വിനിമയം ചെയ്യുന്ന ഗണിതാശയങ്ങളും വിശദീകരിക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു പ്രൈമറി ഗണിത ക്ലാസ്സിൽ
പ്രയോജനപ്പെടുത്താവുന്ന ഏതെങ്കിലും രണ്ട് ചെറിയ കളികളും ആ ഒരു കളിയിലൂടെ വിനിമയം ചെയ്യപ്പെടുന്ന ഗണിതാശയങ്ങളും നമ്മളൊന്ന് വിശദീകരിച്ച് കൊടുക്കുക. ക്ലാസ് മുറിയിൽ ആഗമന രീതിയിലൂടെ ഒരു തത്വം രൂപീകരിക്കുന്ന പ്രക്രിയ വിശദീകരിക്കുക. വീണ്ടും വീണ്ടും എന്താണ് ആഗമന രീതി നിഗമന രീതി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ആ പോർഷൻ നിർബന്ധമായിട്ടും പഠിക്കുക. ഗണിത പഠനത്തിലെ ബോധനശാസ്ത്രപരമായ ഉള്ളടക്ക വിശകലനം എന്ത് എന്ന് വ്യക്തമാക്കുക. നേരത്തെയും ഈ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പെഡഗോജിക് അനാലിസിസ്, ഉള്ളടക്ക വിശകലനം എന്താണ് എന്നുള്ളത് അവിടെ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് കിട്ടും. എന്താണ് ബ്ലൂ പ്രിന്റ്? ഗണിതശാസ്ത്രത്തിൽ ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുക. നമ്മൾ ഒരു എക്സാം നടത്തുന്നതിന് മുമ്പ് ആ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമഗ്ര രേഖയെ നമുക്ക് വേണമെങ്കിൽ ബ്ലൂ പ്രിന്റ് എന്ന് പറയാം. ഈ ഒരു ബ്ലൂ പ്രിന്റ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ, ഇനിയിപ്പോ എന്താണ് എന്നുള്ളത് എഴുതുക. ചിലപ്പോൾ ഒരു പാഠഭാഗം തന്നിട്ട് ആ പാഠഭാഗത്തിന് വേണ്ട ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാനുള്ള ഒരു ചോദ്യം ഒക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു പ്രശ്നപരിഹരണത്തിന് കുട്ടി സ്വായത്തമായിരിക്കേണ്ട അടിസ്ഥാന ശേഷികൾ, ധാരണകൾ എന്നിവ ഏതെല്ലാമാണ് എന്നുള്ളതാണ് ചോദ്യം. അവിടെയും ഒരു സ്പെല്ലിംഗ് എറർ സംഭവിച്ചിട്ടുണ്ട്. സ്വായത്തമാക്കിയിരിക്കേണ്ട എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ കുട്ടി സ്വായത്തമായിരിക്കേണ്ട അടിസ്ഥാന ശേഷികൾ, ധാരണകൾ എന്നിവ ഏതെല്ലാമാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഒരു കുട്ടി ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി ആ കുട്ടി നേടിയിരിക്കേണ്ട അടിസ്ഥാന ശേഷികളും ധാരണകളും ഏതെല്ലാമാണ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഗണിത പഠനത്തിൽ വർക്ക് ഷീറ്റുകളുടെ പ്രാധാന്യം ഉദാഹരണ സഹിതം വിശദീകരിക്കുക. നമുക്കറിയാം ഗണിതം എന്ന് പറയുന്നത് പ്രാക്ടീസിലൂടെ മാത്രം നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റിയൊരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വർക്ക് ഷീറ്റുകൾക്ക് വളരെയധികം പ്രാധാന്യം ഈ ഒരു മാത്തമാറ്റിക്സിൽ ഉണ്ട് എന്നുള്ളത് ആരും മറക്കാതിരിക്കുക. സംഖ്യാ പാറ്റേണുകൾ നിരീക്ഷിച്ച് യുക്തി വിശദീകരിക്കുന്നു എന്ന പഠന നേട്ടം ചെയ്യുന്നതിന് ആവശ്യമായ ഒരു പഠന പ്രവർത്തനം തയ്യാറാക്കുക. അപ്പൊ ഇവിടെ ഒരു പഠന നേട്ടം തന്നിട്ടുണ്ട്. ആ ഒരു പഠന നേട്ടത്തെ അധിഷ്ഠിതമായിട്ട് ചിലപ്പോൾ വേറെ പഠന നേട്ടമായിരിക്കും തരിക. പഠന നേട്ടം എന്ന് പറയുന്നത് സംഖ്യാ പാറ്റേണുകൾ നിരീക്ഷിച്ച് യുക്തി വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു പഠന നേട്ടം ഉൾക്കൊള്ളുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പഠന പ്രവർത്തനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തയ്യാറാക്കേണ്ടത്. ഗണിതം ഒരു ഭാഷയാണ്. ഈ പ്രസ്താവന സാധൂകരിക്കുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കുക. സാധൂകരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനോട് യോജിച്ചുകൊണ്ടുള്ള ഭാഗങ്ങളാണ് എഴുതേണ്ടത്. അപ്പൊ ഗണിതം ഒരു ഭാഷയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നല്ല ചോദിച്ചേ. ഗണിതം ഒരു ഭാഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. ന്യൂനസംഖ്യകൾ എന്ന ആശയം അവതരിപ്പിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു പഠന സന്ദർഭം വിശദീകരിക്കുക. നമുക്ക് ന്യൂനസംഖ്യകൾ എന്നുള്ള ഒരു ടോപ്പിക്ക് നമ്മുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യണം, അവതരിപ്പിക്കണം. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പഠന സന്ദർഭം എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് വിശദീകരിക്കുക. അല്ലെങ്കിൽ ഏത് തരത്തിൽ നമ്മൾ ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഈ ഒരു ന്യൂനസംഖ്യകൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കും എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക, അവിടെ ആലോചിച്ച് വെക്കുക. ബീജഗണിതവും ജാമിതിയും തമ്മിലുള്ള ബന്ധം ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കുക. ബീജഗണിതവും അതേപോലെ തന്നെ ജാമിതിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു ഉദാഹരണ സഹിതം വിശദീകരിക്കുക. ഒരു ഗണിത പഠന പ്രവർത്തനത്തിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ വിവരിക്കുക. നമ്മളൊരു ഗണിത പഠന പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനെന്തൊക്കെ സവിശേഷതകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഗണിത ബോധനത്തിലെ ആസൂത്രണത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ആസൂത്രണം ഇമ്പോർട്ടന്റ് ആണോ? ഏത് തരത്തിലാണ് നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത്? ആസൂത്രണം വിജയിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളൊരു സമഗ്രമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ എഴുതേണ്ടത്. ഒരു മട്ടത്രികോണത്തിലെ ചെറിയ രണ്ട് കോണുകളുടെ അളവുകൾ 1:4 അംശബന്ധത്തിലാണ്. ഈ കോണുകളുടെ അളവുകൾ കാണുക. ആ ഒരു ചോദ്യം നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യാം. ആ ചോദ്യത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളത് പോലെ തോന്നുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് നോക്കി പോവാ. അല്ലെങ്കിൽ ആ ഒരു ചോദ്യം, ഇതുപോലെ ചോദ്യങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക. വളരെ സമയം പരിമിതമായതുകൊണ്ടാണ് ഇത്തരത്തിൽ പോകുന്നത്. നമുക്ക് സമയമുണ്ടെങ്കിൽ ആ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 മടങ്ങ് കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്?
തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാരണം കൊണ്ടിട്ടതാണ് ഈ ഒരു ചോദ്യം. നമുക്ക് ഉത്തരം കിട്ടിയ 3 മാർക്ക്, ഉത്തരം കിട്ടിയില്ല നമ്മൾ അതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിലും കുറച്ച് മാർക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മാർക്കൊക്കെ നഷ്ടമാവും എന്നുള്ളത് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. ടീച്ചിങ് മാനുവലിലെ പ്രതികരണ പേജിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നിർബന്ധമായിട്ടും കുട്ടികളുടെ പ്രതികരണമാണ് നമ്മൾ ആ ഭാഗത്ത് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചിങ് മാനുവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് ആ ഒരു പ്രതികരണ പേജിനെ കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. ഈ ടീച്ചിങ് മാനുവൽ എന്നുള്ള ടോപ്പിക്കിനെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ടതുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു 5-15 മാർക്കോളം പരീക്ഷയിൽ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഭൂമിശാസ്ത്ര പഠനത്തിൽ ഗണിതത്തിന്റെ പങ്ക് വിശദമാക്കുക. ഭൂമിശാസ്ത്ര പഠനത്തിൽ ഗണിതം എത്രത്തോളം പങ്കുവഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഗണിതത്തിലെ ദൃശ്യവൽക്കരണം അനുയോജ്യമായ ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. റിപ്പീറ്റഡ് തന്നെ വന്നിട്ടുള്ള ചോദ്യമാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡുകൾ മനഃപൂർവ്വം ഒഴിവാക്കാതെ തന്നെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെയും അപ്പൊ നമുക്ക് ആ ദൃശ്യവൽക്കരണം ഇപ്പൊ 2-3 എടുത്ത് കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. അപ്പൊ ദൃശ്യവൽക്കരണം ഒരു പ്രധാന ടോപ്പിക്കായിട്ട് പഠിച്ചു പോവുക. ഞാനിങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ടോപ്പിക്കും മാർക്ക് ചെയ്യുന്ന ടോപ്പിക്കുകളും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതി അത് ആദ്യം പഠിച്ച് കഴിയാൻ വേണ്ടി ശ്രമിക്കുക. ഗണിതത്തിൽ വർക്ക് ഷീറ്റുകളുടെ പ്രയോജനങ്ങൾ വിശദമാക്കുക. 4ാം ക്ലാസ്സിലെ അനുയോജ്യമായ വർക്ക് ഷീറ്റ് തയ്യാറാക്കുക. നോക്കിയേ എത്ര തവണ ഇപ്പൊ വർക്ക് ഷീറ്റ് വന്നിരിക്കുന്ന വർക്ക് ഷീറ്റ്. അപ്പൊ അവർ നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇപ്പൊ വർക്ക് ഷീറ്റുകൾ ഇങ്ങനെ നിരന്തരം വരുമ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക് അവിടെ മാർക്ക് ചെയ്യും, വർക്ക് ഷീറ്റ്. അപ്പോൾ ആ വർക്ക് ഷീറ്റിനെ കുറിച്ച് എല്ലാം പഠിക്കും. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു പരീക്ഷയ്ക്ക് വർക്ക് ഷീറ്റിനെ കുറിച്ച് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് കഴിയും. തുല്യഭിന്നങ്ങൾ എന്ന ആശയം രൂപീകരിക്കുന്നതിന് ഒരു പഠന പ്രവർത്തനം എഴുതുക. തുല്യഭിന്നങ്ങൾ എന്ന ആശയം രൂപീകരിക്കുന്നതിന് ഒരു പഠന പ്രവർത്തനം. ഏത് വിഷയത്തിലാണ് നമുക്ക് ആ ഒരു പഠന പ്രവർത്തനം വരിക എന്നുള്ളതോ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വിഷയം തന്നിട്ടായിരിക്കും, ഇതുപോലെ തുല്യഭിന്നങ്ങളായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും വിഷയങ്ങളായിരിക്കാം. അങ്ങനെ പല വിഷയങ്ങൾ തന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു അതിനു വേണ്ട ഒരു പഠന പ്രവർത്തനം എഴുതുക എന്നുള്ളത് ചോദ്യ പേപ്പറിൽ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 9ന്റെ മാജിക് എന്ന വിഷയത്തിൽ അവതരിപ്പിക്കാവുന്ന ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ എനിക്കിപ്പോ പെട്ടെന്ന് 9ന്റെ മാജിക് എന്താന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ ആലോചിക്കും. അപ്പൊ ആ ഒരു സംഖ്യയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ആലോചിച്ചുകൊണ്ട് നമ്മൾ ആ ലഘുകുറിപ്പ് തയ്യാറാക്കണം. ഗണിത നിഘണ്ടു വിശദമാക്കുക. ഗണിത നിഘണ്ടുവിലേക്ക് 4 പദങ്ങളും വിശദീകരണങ്ങളും എഴുതുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗണിത നിഘണ്ടു എന്താണ് എന്നുള്ളത് ആദ്യമായിട്ട് അവിടെ എഴുതുക. എന്നിട്ട് ഈ ഒരു ഗണിത നിഘണ്ടുവിലേക്ക് ഒരു 4 പദങ്ങളും അതിന്റെ വിശദീകരണങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. ഒരു സമചതുരത്തിന്റെ ഇരട്ടി പരപ്പളവുള്ള സമചതുരം വരയ്ക്കുന്നതിനുള്ള പ്രവർത്തനം വിശദമാക്കുക. അപ്പൊ നമ്മൾ ഒരു സമചതുരം എടുത്തു. ഈ സമചതുരത്തിന്റെ ഇരട്ടി പരപ്പളവുള്ള സമചതുരം എങ്ങനെ വരയ്ക്കാം എന്നുള്ളൊരു പ്രവർത്തനം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വിശദമായിട്ട് എഴുതണം. ജിയോജിബ്ര ഉപയോഗിച്ച് സാമാന്തരികം വരയ്ക്കുന്ന ഘട്ടങ്ങൾ വിശദമാക്കുക. 4-5 തവണ എന്തായാലുമായി ജിയോജിബ്രയെ കുറിച്ച് ചോദിക്കുന്നു. അപ്പൊ ജിയോജിബ്ര അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കണക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് വെക്കണം. ടെസലേഷൻ എന്നാൽ എന്ത്, ഗണിത പഠനത്തിൽ ഇതിനുള്ള പ്രാധാന്യം എന്ത്, ഒരു ടെസലേഷൻ മാതൃക തയ്യാറാക്കുക. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടെസലേഷൻ എന്നാൽ എന്ത് എന്നുള്ളത് ആദ്യമായിട്ട് എഴുതണം. അത് ഈ ഒരു ടെസലേഷൻ ഗണിത പഠനത്തിൽ എത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണ് എന്ന് നമ്മൾ എഴുതണം. അതിനുശേഷം ഒരു ടെസലേഷൻ മാതൃക നമ്മൾ തയ്യാറാക്കുക കൂടി വേണം. ദശാംശ സംഖ്യകളും ഭിന്നസംഖ്യകളും എന്ന വിഷയത്തിൽ 3 ക്വിസ് ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കുക. എളുപ്പത്തിൽ പറ്റും. ദശാംശ സംഖ്യേനെയും ഭിന്നസംഖ്യേനെയും ലിങ്ക് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാം 3 ചോദ്യങ്ങൾ. ഗണിതത്തിലെ ടേം വിലയിരുത്തലിന്റെ മേഖലകൾ എന്തെല്ലാം വിശദമാക്കുക. അപ്പൊ ടേം വിലയിരുത്തലും മറ്റു വിലയിരുത്തലുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നമ്മളത് കാണണം. അതില് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടേം വിലയിരുത്തലാണ്. ഈ ഒരു ടേം വിലയിരുത്തലിന്റെ മേഖലകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിശദമാക്കുക. ഗണിത പഠന തന്ത്രങ്ങളേവ 2 എണ്ണം ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. നമ്മളിപ്പോ 3-4 തവണ ഈ ഒരു ഗണിത പഠന തന്ത്രങ്ങൾ ഈ ഒരു ഇത്തരത്തിലുള്ള ചോദ്യ പേപ്പറുകളിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഗണിത പഠന തന്ത്രങ്ങൾ, അതിൽ 2 എണ്ണം എന്ത് ചെയ്യണം, നമ്മൾ ഉദാഹരണ സഹിതം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഗണിത ചരിത്രവും വികാസവും പഠിക്കുന്നത് അധ്യാപകരെ എങ്ങനെയെല്ലാം സഹായിക്കും വിശദമാക്കുക. അപ്പൊ നമ്മളൊരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ ഈ ഒരു ഗണിതത്തിന്റെ ചരിത്രം, ഗണിതത്തിന്റെ വികാസവും ഒക്കെ പഠിക്കുന്നത്
എങ്ങനെയെല്ലാം നമ്മളെ സഹായിക്കും എന്നുള്ളത്, കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ സഹായിക്കും. ഈ ഓരോ കാര്യങ്ങളും വന്ന വഴി പറയും. അങ്ങനെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയാൽ തന്നെ ഈ ഒരു DLED പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എനിക്കിതൊന്നും അറിയില്ല അതുകൊണ്ട് ഞാനൊന്നും എഴുതൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് എന്ത് പറ്റൂല, ഒരുപാട് മാർക്കുകൾ പോകേണ്ട ഒരവസ്ഥ വരുമെന്നുള്ളത് കൂടെ അവിടെ ആലോചിച്ചു വെക്കുക. ആഗമന നിഗമന രീതികൾ ഉദാഹരണ സഹിതം വിശദീകരിക്കുക. ആഗമന നിഗമനം 5 മാർക്കിനും വരാം, 3 മാർക്കിനും വരാം. സ്റ്റാർ ഇട്ട് പഠിക്കേണ്ട പോയിന്റ് ആണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം പഠിച്ചു വെക്കുക. വൃത്തചിത്രം നിർമ്മിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്, ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. കുട്ടികളുടെ ഗണിത പഠനം മെച്ചപ്പെടുത്താൻ ഗണിത ലൈബ്രറിയെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം, പ്രയോജനപ്പെടുത്താം? നോക്കാം. ഈ ഒരു ഗണിത ലാബ് എന്നുള്ളതും നമ്മള് ഗണിത ലൈബ്രറി എന്നുള്ളത്, ഗണിത ലൈബ്രറി എന്ത്, അവയിൽ എന്തൊക്കെ കാര്യങ്ങൾ വെക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഒരു ചോദ്യമായിട്ട് കണ്ടു. ഇവിടെ ഗണിത പഠനം മെച്ചപ്പെടുത്താൻ ഗണിത ലൈബ്രറി ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം, എല്ലാം ഒരേ ടോപ്പിക് തന്നെയാണ്, വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഗണിത ലാബ്, ഗണിത ലൈബ്രറി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതാം. എന്താണ് പഠന പ്രവർത്തനങ്ങൾ? LP വിഭാഗം ഗണിത ക്ലാസ്സുകളിലേക്കുള്ള ഒരു പഠന പ്രവർത്തനം രൂപപ്പെടുത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അപ്പൊ നമ്മള് ഈ എന്താണ് പഠന പ്രവർത്തനങ്ങൾ എന്നുള്ള ആദ്യം എഴുതണം. ഇനി LP ക്ലാസ്സുകളിലേക്ക് നമ്മളൊരു പഠന പ്രവർത്തനം സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പഠന പ്രവർത്തനം രൂപപ്പെടുത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ രേഖപ്പെടുത്തിയാൽ നമുക്ക് ആ 3 മാർക്ക് കിട്ടും. എന്താണ് ഈ ടീച്ചിങ് മാനുവൽ, അതിന്റെ സവിശേഷതകൾ എഴുതുക. ഈ ഒരു ടീച്ചിങ് മാനുവൽ എന്നുള്ള ടോപ്പിക്കൊക്കെ ഒരു വെടിക്ക് 3 പക്ഷി എന്നുള്ള ടോപ്പിക്കാണ്. കാര്യം നമ്മൾ ഈ ഒരു കണക്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സോഷ്യലിലോ അല്ലെങ്കിൽ EVSലോ ചോദ്യങ്ങളായിട്ട് വരാം. അതുകൊണ്ട് ആ ടോപ്പിക്കുകൾ, വിലയിരുത്തലിന്റെ ടോപ്പിക്കുകൾ, അതേപോലെ ഈ ടീച്ചിങ് മാനുവലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റത്തവണ മാത്രം പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാൽ ട്രിപ്പിൾ ഇഫക്റ്റ് ആണ് എന്നുള്ളത് ഓർത്തുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബ്ലൂ പ്രിന്റിന്റെയും പരീക്ഷയുടെ ഒക്കെ കാര്യങ്ങൾ അങ്ങനെയാണ്, ഏകദേശം സെയിം ആണ്. ഇനി ഗണിത ക്ലാസുകൾ ഫലപ്രദമാക്കാൻ വ്യക്തിഗത ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. വ്യക്തിഗത പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അപ്പൊ നമ്മൾ ഈ ഒരു ഗണിത പഠനം ഫലപ്രദമാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും വേണം, വ്യക്തിഗത പ്രവർത്തനങ്ങളും വേണം. ഇതിൽ വ്യക്തിഗത പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അടുത്തതായിട്ട് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്തെന്ന് വിശദീകരിക്കുക. ഒരു ബിൽഡിംഗ് തന്നെ നമ്മളൊരു ലേണിംഗ്, ഒരു പഠനോപകരണമായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വിദ്യാലയത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന 2 പ്രവർത്തനങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. എന്താണ് ഗണിത ലാബ്? വിദ്യാലയത്തിലെ ഗണിത ലാബിൽ ഉണ്ടായിരിക്കേണ്ട സാമഗ്രികൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവസാനത്തെ ചോദ്യം. അപ്പൊ എന്താണ് ഗണിത ലാബ് എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ എഴുതുക. ഗണിത ലാബിൽ ഉണ്ടാവേണ്ട കുറച്ച് സാമഗ്രികളുടെ ലിസ്റ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൃത്യമായിട്ടൊന്ന് എഴുതി വെക്കുക. ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ C പാർട്ട് തന്നെ 63, ഡി പാർട്ടിനാണെങ്കിൽ 50 സംതിങ്ങും ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പാർട്ടിൽ ക്വസ്റ്റ്യനുകൾ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചോദ്യങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ഈ ഒരു സമയം, എനിക്കും കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെ കാരണങ്ങളായാലും പരീക്ഷയ്ക്ക് മുമ്പ് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് ചെയ്തു തരണം എന്നെനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ് ഈ കാര്യങ്ങൾ ഇത്ര വേഗത്തിൽ പറഞ്ഞു പോയതും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് ഇത്രയും വേഗത്തിലൊരു വീഡിയോ ചെയ്തത്. കുറച്ച് സ്പീഡിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. സമയക്കുറവ് കൊണ്ടാണ്, ഒരുപാട് അക്ഷരത്തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം ക്ഷമിക്കുക. വീഡിയോകൾക്ക് വ്യൂ കയറുന്നതിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല എന്നുള്ളൊരു സങ്കടം കൂടെ എനിക്കുണ്ട്. ഇത്രയും നേരം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് പോവുക. വീഡിയോ ലൈക്ക് കൂടെ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.